മുറിയിലെത്തിയ കാശി കണ്ടത് നിലത്ത് ചുരുണ്ടുകൂടി കിടക്കുന്ന പാർവതിയാണ്. ആ കാഴ്ച അവനിൽ നോവ് പടർത്തി. താൻ എത്ര വലിയ തെറ്റാണ് ചെയ്തതെന്ന കുറ്റബോധം അവനിൽ ഉണ്ടായി. മുറിയിൽ കയറി അവൻ പാറുവിനെ കോരിയെടുത്ത് ബെഡിൽ കിടത്തി. കരഞ്ഞു തളർന്നു പോയ പാറു അവന്റെ പ്രവൃത്തി കണ്ടു പെട്ടെന്ന് പേടിച്ചു. അവനെ ദേഷ്യത്തിൽ നോക്കി. പാറു വേഗം തന്നെ എഴുന്നേറ്റ് മുറിയിൽ നിന്നും വെളിയിൽ പോകാൻ നിന്ന് അവളെ അവൻ തടഞ്ഞു നിർത്തി. ഋഷി ഉറങ്ങിയിട്ടില്ല, നിന്നെ കാത്തിരിപ്പുണ്ട്. അവളെ ദേഷ്യം പിടിപ്പിക്കാൻ അവൻ മനഃപൂർവ്വം പറഞ്ഞു. അത് കേട്ടതും ദേഷ്യം സഹിക്കാതെ പാറു കാശിയുടെ ഷർട്ടിന്റെ കൊളർ കയറിപ്പിടിച്ചു. അവളുടെ കണ്ണിലെ ചുവപ്പ് ഒന്നുകൂടെ ദേഷ്യം കൊണ്ട് ചുവന്നു. പക്ഷേ കാശിക്ക് ദേഷ്യം വന്നില്ല. അവൻ അത് ആസ്വദിക്കുകയായിരുന്നു. എനിക്കവനെ കാണണമെങ്കിൽ നിങ്ങളുടെ അനുവാദം ഒന്നും വേണ്ട. ഇത്രയും നാൾ ഞങ്ങൾ കണ്ടതൊന്നും നിങ്ങളുടെ അറിവോടല്ലല്ലോ. ഓ ആയിക്കോട്ടെ, ഞാൻ കട്ടുറുമ്പാവുന്നില്ല. എന്തായാലും എനിക്ക് കിട്ടേണ്ടത് കിട്ടി. ഇനി നീ ആരുടെ കൂടെ വേണമെങ്കിലും പോയിക്കോ. കാശിയുടെ വാക്കുകൾ അവളിൽ ആരോചകം ഉണ്ടാക്കി. അവനോട് സംസാരിച്ചാൽ പലതും പറഞ്ഞു പോകേണ്ടി വരും എന്നുള്ളത് കൊണ്ട് പാറു പിന്നെ ഒന്നും പറയാൻ നിന്നില്ല. അവനിൽ നിന്നും കൈകൾ പിൻവലിച്ചതും കാശി അവളുടെ കയ്യിൽ പിടിച്ചു. നീ എനിക്ക് വേണ്ടിയാണ് പാറു ഇങ്ങോട്ട് വന്നത്? ആ ചോദ്യം കേട്ടതും പാറു ഞെട്ടി അവനെ നോക്കി. അവളുടെ മുഖത്തെ ഭാവത്തിൽ നിന്ന് തന്നെ അതിനുള്ള ഉത്തരം കാശിക്ക് കിട്ടിയിരുന്നു. അവളിൽ നിന്നും പിടിവിട്ടുകൊണ്ട് കാശി ബെഡിൽ പോയി കിടന്നു. അപ്പോഴും പാറു അതേ നിൽപ്പ് തുടർന്നു. അതെ, ഇയാൾക്ക് വേണ്ടിയാണ് എൻ്റെ അച്ഛനെയും അമ്മയെയും വരെ പറ്റിച്ച് ഇങ്ങോട്ട് വന്നത്. മനസ്സിൽ പതിഞ്ഞ ആ പഴയ കാശിയെ തേടി. എവിടെയാണെന്നോ ഇപ്പം എങ്ങനെയാണെന്നോ ഒന്നും അറിയാതെ തേടി നടന്നു. അവസാനം ഈ നാട്ടിൽ ഉണ്ടെന്നറിഞ്ഞു. പിന്നെ ഒന്നും നോക്കിയില്ല. പക്ഷേ തന്നെ ഒരു തെരി പോലും സ്നേഹിക്കാത്ത വിശ്വസിക്കാത്ത ആൾക്ക് വേണ്ടി ഒന്നും വേണ്ടായിരുന്നു. മനസ്സിൽ ഓർത്തു കട്ടിലിൽ തല ചാരി വെച്ച് പാറു ഇരുന്നു. ഇടക്ക് നോക്കുമ്പോൾ കമിഴ്ന്നു കിടന്ന് ഉറങ്ങുന്ന കാശി അവൾ സ്നേഹത്തോടെ നോക്കി. നെറ്റിയിലേക്ക് വഴുതു വീണ മുടികൾ വകന്നു മാറ്റി അവൾ അവൻ്റെ തലയിൽ പതിയെ തലോടി. ഈ ജന്മം ഞാൻ കാത്തിരിക്കും നിങ്ങൾക്ക് വേണ്ടിയാണ് മനുഷ്യ. എന്നിട്ടും എന്നെ മനസ്സിലാക്കിയില്ല. പെട്ടെന്നായിരുന്നു എങ്കിൽ കൂടി നിങ്ങളുടെ ഭാര്യ അതിൻ്റെ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പക്ഷെ എന്നോട് വെറുപ്പോടെ അല്ലാതെ നിങ്ങൾ പെരുമാറിയിട്ടില്ല. ഇപ്പോൾ എൻ്റെ ശരീരം കവർന്നത് പോലും ആ ഉറപ്പ് കൊണ്ടാണ്. എന്നാൽ ഇനി എൻ്റെ സ്നേഹം സത്യമാണെന്ന് തിരിച്ചറിയാം. മിഴികൾ നിറഞ്ഞു വന്ന് തുടച്ചുകൊണ്ട് പാറു അങ്ങനെ കിടന്നുറങ്ങി. രണ്ടുപേരുടെ ഉള്ളിലും പ്രണയം നീറുമ്പോഴും അത് പുറത്ത് കാണിക്കാൻ കഴിയാതെ അവർ രാവിലെ കാശി ഉണരുമ്പോൾ പാറു മുറിയിൽ ഇല്ലായിരുന്നു. പതിയെ എഴുന്നേറ്റ് അവൻ സിഗരറ്റ് പുകച്ചു. പക്ഷെ എന്തോ അത് വേണ്ടെന്ന് തോന്നി അത് ജനാലയുടെ പുറത്തിട്ടു. ആ സമയം അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി നിറഞ്ഞു വന്നു. കുളിക്കാൻ വേണ്ടി തോർത്തെടുത്തു അവൻ പതിയെ പുറത്തിറങ്ങി. അടുക്കൽ കൂടെ പോകുമ്പോൾ പാറുവിനെ ഒന്ന് പാളി നോക്കി, എങ്കിലും കണ്ടില്ല. എന്തോ അവൻ്റെ ചുണ്ടിലെ പുഞ്ചിരി ആ നിമിഷം എങ്ങോ പോയി. കുളി കഴിഞ്ഞു വന്നിട്ടും അവളെ കാണാതായപ്പോൾ ക്ഷമക്കെട്ട് സുമിത്രയോട് ചോദിച്ചു. അവൾ അമ്പലത്തിൽ പോയി മോനെ, ഋഷിയും കൂടെ പോയിരിക്കുന്നു. എന്തോ ആ സമയം ദേഷ്യം തോന്നിയത് ഋഷിയോട് ആയിരുന്നില്ല, അവന് സ്വയമായിരുന്നു. എങ്കിലും അവൻ്റെ ഉള്ളിൽ ഒരു നോവായി പാറുമാറുന്നത് അവൻ അറിഞ്ഞു. ഇത്രയും ദിവസം ദേഷ്യം കൊണ്ട് മറച്ചു വെച്ച പ്രണയം മുഴുവൻ ഒഴുകിപ്പോകാൻ തുടങ്ങിയിരിക്കുന്നു. അവളുടെ വരവും നോക്കി ജനലിൻ്റെ അവിടെ സ്ഥാനം ഉറപ്പിച്ചു. എന്തോ തീരെ ക്ഷമ കിട്ടിയില്ല. മുറി ലക്ഷ്യം ഇല്ലാതെ നടന്നിട്ടും അവന് സമയം പോയില്ല. ഒരു ബൈക്ക് വരുന്ന ശബ്ദം കേട്ട് നോക്കുമ്പോൾ ഋഷിയുടെ പുറകിലിരിക്കുന്ന പാറുവിനെ തന്നെ അവൻ്റെ ദൃഷ്ടി പതിഞ്ഞു. സെറ്റ് മുണ്ടെടുത്ത് തലയെ മുല്ലപ്പൂ ചൂടി നെറ്റിയിൽ ചന്ദനക്കുറി തൊട്ടവൾ നടന്നു വരുന്നത് കണ്ട് അവൻ്റെ ശ്വാസം നിലച്ചു പോകുന്നത് പോലെ തോന്നി. ഒപ്പം മനസ്സിൽ ആ പഴയ പാവാടക്കാരുടെ രൂപവും തെളിഞ്ഞു വന്നു. അവളിൽ നിന്ന് കണ്ണെടുക്കാതെ അവൾ മായും വരെ കാശി നോക്കി നിന്നു. അവൾ മാഞ്ഞതും അവൻ്റെ നോട്ടം ഋഷിയിലായി. പ്രണയം നിറഞ്ഞ മെയിൽ ചുവന്നു വന്നു. അവൻ്റെ ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് കാശി ഒരു സിഗരറ്റ് എടുത്തു വലിച്ചു. മുറിയിൽ കയറി വന്ന പാർവതി സിഗരറ്റ് വലിക്കുന്ന കാശിയാണ് കണ്ടത്. എന്തോ അവൻ്റെ മുഖത്ത് നോക്കാൻ അവൾക്ക് ബുദ്ധിമുട്ട് തോന്നി. ഒന്നും മിണ്ടാതെ അവൾ ഇറങ്ങിപ്പോയി. അവളുടെ മൗനം എന്തോ അവന് സങ്കടം ഉണ്ടാക്കി. പ്രാതൽ കഴിക്കുമ്പോൾ അവൾ മനഃപൂർവ്വം അവന് മുന്നിൽ വന്നില്ല. കാശിക്ക് എന്തോ മനസ്സിലെ ചെറിയ ഉണ്ടാക്കി. എന്നാൽ ഋഷി കൂടുതൽ സന്തോഷവാൻ ആയിരുന്നു. അവനോട് കൂടുതൽ അകലുന്ന പാർവതി തന്നോട് കൂടുതൽ അടുക്കും എന്നവൻ വിശ്വസിച്ചു. കാശി ഋഷിയെ നോക്കാനേ പോയില്ല. അവൻ്റെ മനസ്സിൽ മുഴുവൻ പാറുവിൻ്റെ അവഗണനയായിരുന്നു. അടുക്കളയിൽ നിന്നും കാശിയെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു പാർവതി. അവൻ ചുറ്റും കണ്ണോടിച്ച് നോക്കുമ്പോൾ ചിരി വന്നുവെങ്കിലും അവനോടുള്ള ദേഷ്യം കുറഞ്ഞതേ ഇല്ല. കാശി പോകാൻ റെഡിയായി ഉമ്മറത്ത് വന്നു. പാറുവിനെ കാണാത്തത് കൊണ്ട് വിളിച്ചു. അവൻ്റെ വിളി എന്തിനാണെന്ന് മനസ്സിലായി പാറു പതിയെ അവൻ്റെ അടുത്ത് ചെന്ന് തല താഴ്ത്തി നിന്നു. റെഡിയായില്ലേ? പോകാൻ സമയമായി. ഞാൻ വരുന്നില്ല. താഴെ നോക്കി പറയുന്ന പാർവതിയുടെ താടിയിൽ പിടിച്ച് മുഖം ഉയർത്തി അവൻ ദേഷ്യത്തിൽ പറഞ്ഞു. നീ വരും. നിന്നെ കൊണ്ട് പോകാൻ എനിക്കറിയാം. ഇതുവരെ ഡീസൻ്റായി പെരുമാറിയത് മുഴുവൻ വെറുതെ ആവേണ്ടെങ്കിൽ വേഗം വരാൻ പോരാ നോക്ക്. അവളെ ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് കാശി ഇറങ്ങി നടന്നു. ജീപ്പിൽ കയറാൻ നിന്നപ്പോൾ ആണ് ഋഷി അവന് മുന്നിൽ കയറി നിന്നത്. അതുകൊണ്ട് ദേഷ്യം വന്നെങ്കിലും കാശി ക്ഷമിച്ചു നിന്നു. ഡാ, നീ ദിവസങ്ങൾ എണ്ണിക്കോ. അവളും നീയും ഇനി ഒരുമിച്ച് കുറച്ച് ദിവസങ്ങൾ കൂടിയുള്ളൂ. അത് കഴിഞ്ഞാൽ
അവൾ എൻ്റെ സ്വന്തമാവും. വെറുതെ വേറെ ഒരുത്തൻ്റെ ഭാര്യയെ നോക്കി വെള്ളമിറക്കി നടക്കാതെ പോകാൻ നോക്ക്. എൻ്റെ കൈക്ക് പണി ഉണ്ടാക്കി വെക്കല്ലേ. നിന്റെ കയ്യിൽ നിന്നും കിട്ടിയതൊക്കെ മടക്കി തരും കാശി. ഞാൻ കാത്തിരിക്കുന്നു. നിന്റെ കയ്യിൽ നിന്നും തല്ല് വാങ്ങാനും പാർവതി എന്നെ ഉപേക്ഷിച്ച് നിന്നെ സ്വീകരിക്കാനും. അവനെ നോക്കി പരിഹാസ രൂപേണ ചിരിച്ചുകൊണ്ട് കാശി വണ്ടിയിൽ കയറി. പാർവതി അച്ഛനോടും അമ്മയോടും യാത്ര പറഞ്ഞു വന്ന് വണ്ടിയിൽ കയറി. അവർ പോകുന്നത് നോക്കി ഋഷി പകയോടെ നിന്നു. പിന്നെ ഫോണെടുത്ത് ചെവിയിൽ വെച്ചു. സമയമായി. നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ നടക്കണം. ചുണ്ടിൽ കുടിലത നിറഞ്ഞ ചിരിയോടെ ഋഷി നിന്നു. യാത്രയിൽ ഒന്നും തന്നെ അവർ പരസ്പരം മിണ്ടിയില്ല. കാശി അവളെ ഇടക്ക് നോക്കുമ്പോൾ തല താഴ്ത്തിയിരിക്കുന്ന പാറുവിനെ കാണുമ്പോൾ ദേഷ്യം തോന്നും. അവളുടെ കുറുമ്പുകൾ എല്ലാം താൻ എത്രമാത്രം ആസ്വദിച്ചിരുന്നു എന്നവൻ അപ്പോൾ ആണ് മനസ്സിലായത്. വീട്ടിലെത്തി പാറു നേരെ ജാനകിയുടെ അടുത്ത് ചെന്നു. കാശി നോക്കുമ്പോൾ ജാനകിയുടെ കൂടെ ഇരിക്കുന്ന പാറുവിനെ കണ്ട് ദേഷ്യത്തിൽ പുറത്തേക്ക് പോയി. അന്ന് കാശിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു. വൈകുന്നേരം അവൻ വരുമ്പോഴും പാറു ജാനകിയുടെ കൂടെ തന്നെയായിരുന്നു. അവൻ മുറിയിൽ കയറി ഉച്ചത്തിൽ അവളെ വിളിച്ചു. കുറച്ചു കഴിഞ്ഞ് പാർവതി വന്നു. അവൾ വന്നതും മുറിയുടെ വാതിൽ അടച്ചു കുറ്റിയിട്ടു. എന്താണ് നിനക്ക്? രാവിലെ മുതൽ ഞാൻ കാണുന്നുണ്ട് ഒരു മൗനം. അവനെ വീട് വന്നതിൻ്റെ സങ്കടമാണോ? പാറു ഒന്നും മിണ്ടാതെ നിന്നു. അവളെ മനഃപൂർവ്വം ദേഷ്യം പിടിപ്പിച്ചുകൊണ്ട് അവളെ സംസാരിപ്പിക്കാൻ അവൻ ശ്രമിച്ചു. അവൻ്റെ കൂടെ 2 ദിവസം താമസിക്കാനാവും കൂടെ വരുന്നില്ല പറഞ്ഞത്. ഇപ്പോൾ അതിന് പറ്റിയില്ലല്ലോ. രാവിലെ എന്തായിരുന്നു അവൻ്റെ കൂടെ ബൈക്കിലുള്ള അമ്പലത്തിൽ പോക്ക്? ഞാനൊന്നും കണ്ടില്ല കരുതിയോ? നീ പാറു എല്ലാം കേട്ട് സഹിച്ചെന്നു. കാശിയോടൊരു വഴക്കിനും ഇനി പോകില്ലെന്ന് അവൾ ഉറപ്പിച്ചിരുന്നു. പാറുവിൻ്റെ മോനം അവനെ കൊല്ലാതെ കൊന്നു. അവളിൽ നിന്നും ഒരു നോട്ടം പോലും അവന് നേരെ വന്നില്ല. അവസാനം ദേഷ്യം വന്നു. കാശി മേശയുടെ മുകളിലെ സാധനങ്ങൾ എല്ലാം തട്ടിയിട്ടുകൊണ്ട് വെളിയിലിറങ്ങി. പിന്നെ തിരിച്ചു വന്നുകൊണ്ട് അവളോടായി പറഞ്ഞു, ഞാൻ ചെയ്ത തെറ്റ് തന്നെയാണ്. പക്ഷെ നീ എൻ്റെ ഭാര്യയാണ്. ഞാൻ തിരിച്ചു വരുമ്പോൾ നിന്നെ ഈ വീട്ടിൽ കണ്ടുപോകരുത്. കാശിയുടെ ദേഷ്യത്തിലുള്ള വാക്കുകൾ അവളിൽ ഒരു ചലനവും ഉണ്ടാക്കിയില്ല. അവന് പോയതും പാർവതി മുറിയിലെ ചുമരിൽ ഉള്ള അവൻ്റെ ഒരു പഴയ ഫോട്ടോ എടുത്തു നിലത്തിരുന്നു. അതിൽ നോക്കി 2 തുള്ളി കണ്ണുനീർ അതിൽ ഒറ്റുവീണു. എനിക്ക് പ്രണയമല്ല നാഥ നിന്നോട്. നീ എൻ്റെ പ്രാണനാണ്. നീ എന്നിൽ നിന്നും അകലുന്ന നാൾ ഈ പാർവതി മരിക്കും. എന്തിനാണ് നീ ഇറങ്ങിപ്പോകാൻ പറഞ്ഞത്? മദ്യം ഗ്ലാസ്സിൽ ഒഴിച്ചുകൊണ്ട് നിവേദ ചോദിച്ചു. കാശി സഹസയിൽ ചാരി കണ്ണടിച്ചിരിക്കുകയായിരുന്നു. നടന്നത് എല്ലാം അവനോട് പറഞ്ഞിരുന്നു. എന്നാലും നീ ചെയ്തത് മോശമായി കാശി. കാശി ഒന്നും മിണ്ടാതെ ഗ്ലാസ്സിൽ നിന്നും മദ്യം എടുത്തു കുടിച്ചു. എന്നാലും അത് ആരാടാ ഋഷി? അവന് എന്തിനാ നിന്നോട് എത്ര ദേഷ്യം? അവനും ഞാനും തമ്മിൽ ഒരു പഴയ കണക്കുണ്ട്. അത് ഇതുവരെ വീട്ടാൻ പറ്റിയിട്ടില്ല. ഇനി ഞങ്ങൾ ഒരു കാര്യം പറയാം. ഞങ്ങൾക്കറിയണം നീയും പാർവതിയും എങ്ങനെ പ്രണയിച്ചു എന്ന്, എന്തിനു പിരിഞ്ഞു എന്ന്. സഞ്ജയ് അതും പറഞ്ഞ് കാശി പതിയെ എഴുന്നേറ്റു. ചുണ്ടിൽ മന്ദഹാസം നിറഞ്ഞു വന്നു. അത് കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി അവൻ്റെ പ്രണയം അത്രയും മധുരം നിറഞ്ഞതാണെന്ന്. ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ച് പുറകിലേക്ക് ഇട്ടുകൊണ്ട് കാശി പറയാൻ തുടങ്ങി. അവൻ്റെയും പാറുവിൻ്റെയും ആ പ്രണയകാലം. അവൾ എൻ്റെ പാറു ഒരു അപ്സരസായിരുന്നുടാ. അവളെ ഞാൻ ആദ്യമായി കണ്ടത് എപ്പോഴാണെന്നറിയോ? ക്ലാസ്സിൽ അലമ്പുണ്ടാക്കി പുറത്തു നിൽക്കുമ്പോൾ ആ മഴയുള്ള വൈകുന്നേരം. ആ വരാന്തയിൽ കൂടി നടന്നു പോകുന്ന ഒരു കിലുക്കം കെട്ട് നോക്കുമ്പോൾ ഉണ്ടല്ലോ. അമ്മ സ്വന്തം സുഖം തേടിപ്പോയപ്പോൾ എന്നെ നോക്കാനാണ് എന്നും പറഞ്ഞ് അച്ഛൻ ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് അന്നിറങ്ങിയതായിരുന്നു ഞാൻ എൻ്റെ വീട്ടിൽ നിന്നും. പിന്നെ ഞാൻ നിന്നതും പഠിച്ചതും എല്ലാം എൻ്റെ മുത്തശ്ശൻ്റെ കൂടെയായിരുന്നു. എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് എനിക്കിടക്ക് സ്കൂളിൽ മാറേണ്ടി വന്നു. അങ്ങനെ മാറി വന്ന 3ാമത്തെ സ്കൂൾ വെച്ചായിരുന്നു ഞാൻ പാറുവിനെ കണ്ടത്. അവിടെ ചേർന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ +1 ആയിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാ മോശം സ്വഭാവത്തിലും മുന്നിൽ എൻ്റെ പേരുണ്ടായിരുന്നു. പക്ഷേ പെണ്ണ് വിഷയം മാത്രം ഇല്ലായിരുന്നു. കൂട്ടുകാരൊക്കെ 2-3 പ്രണയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഞാൻ തല്ലുപിടിയുമായി നടന്നു. എൻ്റെ കൂട്ടുകാരിൽ എൻ്റെ വലങ്കയായിരുന്നു മുത്തു. എൻ്റെ കൂടെ എന്തിനും ഇറങ്ങിപ്പുറപ്പെടുന്ന ആൾ. അങ്ങനെ പാറുവിനെ അന്ന് മാത്രമായിരുന്നു ഞാൻ കണ്ടത്. പിന്നീട് കാണുകയോ അന്വേഷിച്ചു പോകുകയോ ഞാൻ ചെയ്തില്ല. പക്ഷെ അവളുടെ നോട്ടം വന്നു വീണത് എൻ്റെ മുഖത്തല്ല ഹൃദയത്തിലാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം എനിക്കെന്തോ എന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. പെണ്ണെന്ന വർഗത്തോട് തന്നെ വെറുപ്പായിരുന്നു. എനിക്ക് തന്നെ അത്ഭുതമായിരുന്നു അവളോട് അടുക്കുന്ന എൻ്റെ മനസ്സ്. അവളെ കണ്ട് കഴിയൂ എന്ന് പറയുന്ന മനസ്സിൻ്റെ വാശി ഞാൻ മുത്തുവിനോട് പറഞ്ഞു. ആദ്യം കേട്ട ഉടനെ അവൻ ചിരിച്ചുവെങ്കിലും അവളെ കണ്ടുപിടിക്കാൻ എന്നെ സഹായിച്ചു. എങ്ങനെ ഞാനും മുത്തുവും കൂടി അവളെ അന്വേഷിച്ചു കണ്ടുപിടിക്കാൻ വേണ്ടി ക്ലാസ്സുകൾ കയറി ഇറങ്ങി. പക്ഷെ നിരാശയായിരുന്നു ഫലം. എൻ്റെ മാറ്റം എനിക്ക് തന്നെ അത്ഭുതമായിരുന്നു. ഒരു കൗമാരക്കാരനിൽ ഉണ്ടാവാൻ പോകുന്ന ഒരു പ്രണയം, അത്രമാത്രമേ ഞാനും അന്ന് കരുതിയുള്ളൂ. അവളെ ഒന്ന് കണ്ടാൽ മാത്രം മതി, പ്രണയം ഒന്നും തോന്നില്ല. തോന്നിയാൽ തന്നെ അവളോടൊന്നും പറയില്ല എന്നൊക്കെ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. അങ്ങനെ ഒരു ദിവസം സ്കൂൾ വിട്ട് ഞാനും മുത്തവും കൂടി സ്കൂൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഞാൻ അവളെ വീണ്ടും കണ്ടു. ഞങ്ങൾ എല്ലാവരും പോയി കഴിഞ്ഞു പിന്നെ പോവാറുള്ളൂ. മുത്തവൻ്റെ വായ്നോട്ടം തകൃതിയായി നടത്തുകയായിരുന്നു. ഞാൻ ബസ് സ്റ്റോപ്പിന് പുറത്തായിരുന്നു. പെട്ടെന്ന് പെയ്ത മഴ കാരണം ഞാൻ വേഗം തന്നെ ബസ് സ്റ്റോപ്പിലേക്ക് കയറി.